നമസ്കാരം. യുടിവിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഒപ്പം ഓണം വന്ന വഴിയെ എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന ഏറ്റവും വലിയ ഉത്സവമാണ് ഓണം. ലോകത്തിന്റെ നാനാഭാഗത്തുള്ള മലയാളികൾ ജാതി മതഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓണത്തിന്റെ അന്തർദേശീയ പ്രാധാന്യം പറയേണ്ടതില്ലല്ലോ. തിരുവോണമാണ്. ഏതൊരാഘോഷവും അതിൻ്റെ ആചരണം കൊണ്ടും ആസ്വാദനം കൊണ്ടും ഏവർക്കും പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഓണം എന്ന ആഘോഷത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും കേട്ടുപരിചിതമായ ഐതിഹ്യ കഥകളെപ്പറ്റിയും പിന്നെ അതിനകത്തുള്ള വാസ്തവതയെപ്പറ്റിയും അല്പം ഒന്നറിയാൻ ശ്രമിക്കാം. നമുക്കാദ്യം എന്തുകൊണ്ടാണ് ഈ ഓണം ചിങ്ങമാസത്തിൽ ആഘോഷിക്കുന്നത് എന്നതിന്റെ ശാസ്ത്രീയ വശം പരിശോധിക്കാം. എന്നാലേ ഓണത്തിന്റെ സവിശേഷത അറിയൂ. ശരിയാണ്. ഓണം ഒരു വിളവെടുപ്പ് ഉത്സവം അഥവാ കാർഷികോത്സവം എന്നാണ് പൊതുവെ പറയുന്നത്. അതുമാത്രമാണ് ഓണം. അതിനപ്പുറം വളരെ കൃത്യമായ നിരീക്ഷണം. ഓണത്തിന് എന്തുകൊണ്ടാണ് ഇത്രയ്ക്കും ലോകവ്യാപനമായ പ്രാധാന്യം ഉണ്ടായത് എന്ന് ചിന്തിപ്പിക്കുന്ന നിരീക്ഷണമാണ്. അതറിയണമെങ്കിൽ ആദ്യം നമുക്ക് ഈ ഓണത്തിന്റെ പേര് എങ്ങനെ, എവിടെ നിന്ന് വന്നു എന്നറിയണം. ഓണം വന്ന വഴിയെ നാം തിരിഞ്ഞു നടന്നാൽ ആ പേര് വന്ന കൗതുകം കാണാം. ദീർഘമായ മഴയും മഴക്കാലവും കാറ്റും പടലും തീർന്ന് മഴ മാറി വാണിജ്യം പുനരാരംഭിക്കുന്നത് ശ്രാവണ മാസത്തിലെ തിരുവോണ നാളിലാണ്. ശ്രാവണം എന്ന പദം പാലിയാണോ അതോ സംസ്കൃതമോ? സംസ്കൃതം തന്നെ. പക്ഷേ അതിന്റെ പാലി സമാന്തരമാണ് സാവണം. അതിന്റെ ആദിരൂപം ലോപിച്ചുണ്ടായതാണ് ഓണം എന്ന പേര്. ഐതിഹ്യപരമായി ഓണം എന്നത് മഹാവിഷ്ണുവിന്റെ വാമനാവതാരം അവതരിച്ച ദിനമായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഓണം തിരുവോണം എന്ന വിശേഷണത്തോടു കൂടിയാണ് നമ്മൾ കൊണ്ടാടാറുള്ളത്. ഓണം അഥവാ തിരുവോണം മഹാബലി എന്ന അസുര ചക്രവർത്തിയുടെ സ്മരണയ്ക്കായി ആഘോഷിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കേരളം ഭരിച്ചിരുന്ന പ്രജാക്ഷേമ തൽപരനായ ചക്രവർത്തിയാണ് മഹാബലി. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ അസൂയ പൂണ്ട് ദേവന്മാർ മഹാവിഷ്ണുവിനോട് സങ്കടമുണർത്തിക്കുകയും മഹാവിഷ്ണു വാമന അവതാരം പൂണ്ട് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയെന്നും ഐതിഹ്യം പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് മഹാബലി വാമനനോട് വർഷത്തിലൊരിക്കൽ തന്റെ പ്രജകളെ വന്ന് കാണണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും അതനുസരിച്ച് വാമനൻ വർഷത്തിലൊരിക്കൽ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണുവാനുള്ള അനുമതിയും നൽകി എന്നൊക്കെ നമ്മൾ കേട്ടിരിക്കും അല്ലെ? അതെ. അതനുസരിച്ച് കേരള ജനത മഹാബലിയെ വിഭവസമൃദ്ധമായ ഒരുക്കങ്ങളോടെ ആഘോഷപൂർവ്വം ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്നതാണ് ഓണാഘോഷം എന്നാണല്ലോ നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷേ ഓണം ഒരു കാർഷികോത്സവം അഥവാ വാണിജ്യോത്സവമാണെന്നും പറയുന്നുണ്ടല്ലോ. അപ്പോൾ പുരാണത്തിനും ഐതിഹ്യത്തിനും ഇടയ്ക്ക് ഈ വസ്തുത എന്താണ്? ഈ വസ്തുതയാണ് നമ്മൾ പരിശോധിക്കുന്നത്. കേരളം ഭരിച്ചിരുന്ന ഒരു നാട്ടുരാജാവല്ല മഹാബലി. മഹാബലിയുടെ മുതുമുത്തച്ഛനായിട്ടുള്ള ഹിരണ്യകശിപുവും മുത്തശ്ശനായ പ്രഹ്ലാദനും വിഷ്ണുഭക്തനായ പ്രഹ്ലാദനും കേരളം ഭരിച്ച രാജാക്കന്മാരായിരുന്നില്ല. അങ്ങനെയെങ്കിൽ അത്തം മുതൽ 10 ദിവസം പൂക്കളമിട്ട് മാവേലി മന്നനെ വരവേൽക്കാൻ കേരള മണ്ണ് ഒരുങ്ങുന്നതിന്റെ അർത്ഥം എന്താ? മാത്രമല്ല, മാവേലി നാടു വാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ സമൃദ്ധിയോടും സന്തോഷത്തോടും കഴിഞ്ഞിരുന്നു എന്ന് പറയുന്നതിലും കാര്യമില്ലേ? കേട്ടതെല്ലാം സത്യമാണ്. പക്ഷെ ചിലതെല്ലാം അസത്യങ്ങളുമാണ്. ഗുജറാത്തിലെ നർമ്മദാ നദീ തീരത്താണ് ഇന്ദ്രപദവി ആഗ്രഹിച്ചുകൊണ്ട് മഹാബലി 100ാമത്തെ യാഗം നടത്തിയത്. കേരളത്തിലല്ല. പിന്നെ അത്തവും തിരുവോണവും തമ്മിലുള്ള ബന്ധം. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രമാണ് സൂര്യന്റെ ജന്മനക്ഷത്രം. ഈ ദിവസമാണ്, അതായത് ചിങ്ങമാസത്തിലെ അത്തം ദിനത്തിലാണ് സൂര്യൻ ലോകത്ത് മുഴുവനായും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ചൊരിയുന്ന ദിവസം. അതുപോലെ ചിങ്ങമാസത്തിലെ തിരുവോണം നക്ഷത്രം ദിനത്തിലാണ് വിഷ്ണു ഭഗവാൻ വാമനൻ അവതാരം കൊണ്ടത്.
അപ്പോൾ ഐശ്വര്യം തരുന്ന അത്തം മുതൽ തിരുവോണം വരെയുള്ള 10 ദിവസം ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും ആഘോഷമായി മലയാളികൾ അതുമുതലാണ് ഓണം ആഘോഷിച്ചു തുടങ്ങിയത്. പറഞ്ഞു വരുന്നത് ഓണത്തിന്റെ ആധികാരികത അടുത്തുകാലത്തുണ്ടായ നാടൻ പാട്ടുകളിലല്ല, സൂക്ഷ്മഗ്രാഹിയായ മനുഷ്യ സമൂഹത്തിന്റെ പ്രതിനിധിയാണ് വാമനൻ. മലയാളത്തിന്റെ പുതുവർഷമായ ചിങ്ങത്തിൽ വിളവെടുക്കാൻ പാകത്തിൽ കാർഷിക സംസ്കാരത്തെ പാകപ്പെടുത്തിയെടുക്കുന്നതിൽ വാമനൻ വഹിച്ച പങ്ക് വലുതാണ്. പുരാണപ്രകാരം മഹാവിഷ്ണുവിന്റെ 5ാമത്തെ അവതാരമാണ് വാമനൻ. 6ാമത്തേതാണ് പരശുരാമാവതാരം. കേരളം സൃഷ്ടിച്ചത് പരശുരാമനാണെന്ന് ഐതിഹ്യം പറയുന്നു. അങ്ങനെയെങ്കിൽ മഹാബലി ഭരണം നടത്തിയത് കേരളത്തിലല്ല. പുരാണങ്ങളിലും ചരിത്ര പുസ്തകങ്ങളിലും എവിടെയും ഓണത്തെപ്പറ്റി ഇപ്പോൾ പ്രചരിക്കുന്ന ഐതിഹ്യം പരാമർശിക്കുന്നില്ല. മലയാള ഭാഷാപിതാവായ തുഞ്ചത്തെഴുത്തച്ഛൻ, നാരായണീയ കർത്താവ് മേൽപ്പത്തൂർ, ഭക്തകവി പൂന്താനം അവരാരും എവിടെയും വാമനാവതാരത്തെയും ഓണത്തെപ്പറ്റിയും അല്ലാതെ മഹാബലിയെ പറ്റി പറയുന്നേയില്ല. അതിനർത്ഥം അക്കാലത്ത് അത്തരം വിശ്വാസങ്ങൾ ഇല്ലായിരുന്നു എന്നാണല്ലോ. കർക്കിടകം കഴിഞ്ഞ് മാനം തെളിയുന്ന മാസമാണ് ചിങ്ങം. ഈ മാസത്തിലാണ് വിദേശികൾ തങ്ങളുടെ വാണിജ്യങ്ങൾ പുനരാരംഭിക്കുന്നത്. ധാരാളം സ്വർണവുമായി കേരളത്തിലെ സുഗന്ധദ്രവ്യങ്ങൾ തേടി അവർ വരുന്നതും ചിങ്ങമാസത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം പൊന്നിൻ ചിങ്ങവും ഈ മാസത്തിലെ തിരുവോണം പൊന്നോണവുമായി തീർന്നു. പാടത്തെ നാദം കുഞ്ഞേ തകതാതെ മുണ്ടകം കൊയ്യുമ്പോഴെവിടിയിരിക്കും തകതാതെ മുണ്ടക കട്ടേട് കീഴിരിക്കും തകതാതെ മുണ്ടക കട്ടേട് കീഴിരിക്കും തകതാതെ. മറ്റൊന്നുകൂടി, സ്വയം ഓലക്കുട ചൂടി വരുന്നത് ബ്രഹ്മചാരിയായ വാമനനാണ്. ഛത്രപതിയായ അസുര ചക്രവർത്തിമാർ സ്വയം ഓലക്കുട ചൂടി വരാറില്ല. മാത്രമല്ല, ഇപ്പോൾ ചിത്രീകരിക്കുന്ന വിധത്തിലുള്ള കോമാളി വേഷമല്ല മഹാബലിക്കുള്ളത്. ഒരു ചക്രവർത്തിയുടെ എല്ലാ വിധത്തിലുള്ള പ്രൗഢിയും വ്യക്തിത്വവും ഉള്ളതാണ് മഹാബലി. ചക്രവർത്തിയുടെ ആ പ്രൗഢി അറിയണമെങ്കിൽ വിശ്വപ്രസിദ്ധനായ ചിത്രകാരൻ രാജാ രവിവർമ്മ വരച്ച മഹാബലിയുടെ ചിത്രം കണ്ടാൽ മതി. അതുകൊണ്ട് ഓണം ഒരു ഉത്സവമാണ്. കാർഷിക സംസ്കാരത്തിന്റെ, വ്യാപാര വാണിജ്യ ബന്ധങ്ങളുടെ, മാനവ സാഹോദര്യത്തിന്റെ ദേശീയോത്സവം. അതാണ് ഓണം. അവതാരങ്ങളെല്ലാം തന്നെ ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. വാമനാവതാരവും ആ ലക്ഷ്യം കൊണ്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മറിച്ചുള്ള പ്രചരണം തെറ്റാണ് എന്ന് ചിന്തിക്കണം. നന്മ, സമത്വം, സമൃദ്ധി ഇവ മൂന്നും കൂടിച്ചേരുന്നിടത്ത് ആവിർഭവിക്കുന്നതാണ് ആഹ്ലാദം. ആ ആഹ്ലാദമാണ് ഓണം. ആ ഓണമാണ് എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത്. വിഭവസമൃദ്ധമായ സദ്യയൊരുക്കലും ബന്ധുജനങ്ങളും വീട്ടുകാരും ഒത്തുചേരലും ഓണപ്പാട്ടും ഓണക്കളിയും മാദേവർ പ്രതിഷ്ഠയും അങ്ങനെ ഓണം ഒരു മഹത്തായ മാനവ സംസ്കാരത്തെയാണ് വരച്ചു കാട്ടുന്നത്. തീർച്ചയായും നിരന്തരമായ അധ്വാനമാണ് ജീവിതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യത്തിലേക്കുള്ള ഉപാധി. അതിൽ അല്പം വിശ്രമം, അല്പം വിനോദം ഇവയില്ലെങ്കിൽ സമൂഹ ജീവിതം വിസ്ഫോടനാത്മകമാകും. അത് മുൻകൂട്ടി കണ്ടറിഞ്ഞ പൂർവികർ കാഴ്ചയോടുകൂടി കരുതി വെച്ചതും നമുക്കായി പകർന്നു തന്നതുമായ ഒരുപാട് ഉല്ലാസങ്ങളിൽ ഒന്നാണ് ഓണക്കാലം. ആ മനോഹര സങ്കല്പത്തിന് പശ്ചാത്തലമൊരുക്കുകയാണ് പൂവിളിയും പൂക്കളങ്ങളും ആർപ്പുവിളികളും തുമ്പയും തുമ്പിയും തുടികൊട്ടിക്കളികളുമെല്ലാം. അങ്ങനെ നോക്കുമ്പോൾ ഓണം ഒരു നല്ല സങ്കല്പത്തിന്റെ മഹോത്സവമാണ്. മഹാബലി എന്ന നല്ല ഭരണാധികാരിയും വാമനൻ എന്ന അവതാരവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നതും അതുതന്നെയാണ്. ഓണം വന്ന വഴിയെ ചെന്നപ്പോൾ ഞങ്ങൾ കണ്ടതും കേട്ടതും അത് മാത്രമാണ്. എല്ലാ മാന്യ പ്രേക്ഷകർക്കും UTVയുടെ സ്നേഹാദരം കലർന്ന ഓണാശംസകൾ.